എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ആദ്യം ഇട്ടുകൊടുത്തിട്ടുള്ളത് ക്യാബേജ് കട്ട് ചെയ്തതാണ്, പിന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കാണ്, പിന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ഇതൊക്കെ നമ്മളുടെ സാൻഡ്വിച്ചിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറക്കും ചെയ്യാം. പിന്നെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് തക്കാളിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സോസേജ് കുറച്ച് ഉപ്പും മുളകും പൊടി ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വെജിറ്റബിൾസ് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോസേജ് കൂടെ ഇട്ട് കൊടുക്കുക. സോസേജിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം. നമ്മുടെ സോസേജാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതാ മയണൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ വാങ്ങിച്ചത് ഉണ്ടാകുകൊണ്ട് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മയണൈസ് ഇതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മയണൈസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എരിവ് വേണ്ടാത്തവരാണെങ്കിൽ കുരുമുളക് പൊടി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 സ്പൂണ് കുരുമുളക് പൊടിയാണ്. ഇനി നെക്സ്റ്റ് നമുക്കിത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ മേലേക്കായിട്ട് ചീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് വെച്ച് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അതിലൊന്ന് സെറ്റാവും. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ വെച്ച് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനത്തെ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മൾ ബട്ടറിലിട്ടൊന്ന് ഇതുപോലെ ചൂടാക്കിയെടുത്താൽ. അപ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കും വേണം. നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മേലെ കുറച്ച് കെച്ചപ്പ് കൂടെ ഒഴിച്ചിട്ട് നമുക്കത് കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യണം. ഇനി ഞാനിതാ ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.